2026 മാർച്ച് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഇത് മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. ശത്രുനാശം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവർ നിർത്തിവെക്കാം. അതുപോലെ ധനലാഭം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദരന്മാർക്ക് നിങ്ങളെ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരനും സഹോദരിമാർക്കൊക്കെ നേട്ടം ഉണ്ടാകും. ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് കിട്ടും. നേരത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആത്മധൈര്യം ഉണ്ടാവും. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് എളുപ്പമാകുന്നു. അതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെങ്ങനെ തരണം ചെയ്ത് പോകാമെന്ന് ചിന്തിച്ച് അതെല്ലാം തരണം ചെയ്തു പോകുന്നു. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ ശരീരത്തിനുണ്ടായിരുന്നാൽ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വല്ല ഒടിച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സുഖമാകുന്ന ഒരു സമയമാണിത്. അതുപോലെ രക്തത്തിൽ അണുബാധയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രമേഹം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ മാസം സുഖം ലഭിക്കുന്നതാണ്. അതുപോലെ വാതരോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർക്കും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ രോഗമുള്ളവർക്കൊക്കെ സുഖം ലഭിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. എല്ലാ കർമ്മങ്ങൾക്കും ഗുണം ലഭിക്കുന്നു. ദാനം, കർമ്മങ്ങൾ, മറ്റുള്ള എല്ലാത്തിനും അതിനുള്ളൊരു ഗുണകരമായ ഒരു ഫലങ്ങൾ, ദൈവികപരമായ ഒരു അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹ നിശ്ചയമോ നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവാധീനമുള്ള ഒരു സമയം കൂടി ആയതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ മതപരമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഒരു തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അതുപോലെ അപമാനം, മാനഹാനി എന്നിവ വരാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാറിപ്പോകുന്നു. നിങ്ങളെ ചതിവിലോ അല്ലാതെയോ പെടുത്തി നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരുന്നവർക്ക് നിരാശരാകുന്നു. പല രീതിയിലും നിങ്ങൾക്ക് വിലയേറിയ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കർഷകർക്ക്, അതിൻ്റെ വ്യാപാരികൾക്കും വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. ഏലം, കുരുമുളക് മുതലായ സുഗന്ധദ്രവ്യങ്ങൾ. അതുപോലെ മറ്റുള്ള കർഷകർക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നു. തേയില, കാപ്പി മുതലായ കർഷകർക്കും അതിൻ്റെ വ്യാപാരികൾക്കും ശ്രമിച്ചാൽ കൂടുതൽ ബിസിനസ് വലുതാക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു വിധത്തിലും മോശമായ ഫലങ്ങൾ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഏതൊരു തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഇതിൽ വളരെ മോശപ്പെട്ട ഫലങ്ങളൊന്നും കാണാനില്ല. ആകെ കണ്ടകശനിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അനുഭവ സമ്പത്തുള്ള ആൾക്കാരുമായി ആലോചിക്കുകയും ഒരു വിദഗ്ധമായ ഒരു ജ്യോതിഷ പണ്ഡിതനൊക്കെ സന്ദർശിച്ച് ഇപ്പോഴിത് നിങ്ങളുടെ രാശിപ്രകാരവും മറ്റുള്ള സമയം അനുകൂലമാണോ എന്നൊക്കെ ഒന്നുകൂടി ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായമനുസരിച്ചാണ് ഇനി പ്രവചനം പറയുന്നത്. മകയിരം നക്ഷത്രക്കാർക്ക് 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ ഉറ്റം ബന്ധമോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഒന്നി ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് താമസം മാറിപ്പോകാനോ അല്ലെങ്കിൽ മരണപ്പെടുവാനോ ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ അവർ മനസ്സിൽ പോലും കരുതാത്ത രീതിയിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും അതുവഴി അവർക്ക് നല്ല ജോലി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്നു. അതുപോലെ ഒരു പദവി അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നു. നല്ല ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാനും അതേപോലെ തന്നെ സന്താന സൗഭാഗ്യം ഉണ്ടാകാനും ഉറ്റ മിത്രങ്ങളെ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്തരമുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടരുത്. നിങ്ങൾ എന്താ വെച്ചാൽ ആരെങ്കിലും കെണിയിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അതിലൊന്നും പെടരുത്. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സമാധാനം അവർക്ക് ലഭിക്കും. ബുദ്ധി നേർവഴിയിലാകും. ഇത്രയും ദിവസത്തെ അനുഭവ സമ്പത്തും
എല്ലാം കൂടി ചേർത്തിട്ട് അവർക്ക് ഓരോന്ന് കാര്യങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വമൊക്കെ ചിന്തിച്ചവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് ബുദ്ധി നേരെയാകുമെന്ന് പറഞ്ഞത്. ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാക്കുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് തക്ക സമയത്ത് വൈദ്യസഹായം ലഭിച്ചാൽ അതും വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി തിരുവാതിര നക്ഷത്രക്കാരുടെയാണ് ഇനി പറയുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടുതലും കഫം, അങ്ങനെയൊക്കെയുള്ള ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ പ്രായത്തിനനുസരിച്ച് ഒരു പക്വത വരാത്ത ഒരു സമയവും കൂടിയാണിത്. അതുപോലെ തന്നെ മരണത്തിന് തുല്യമായ പല ആപത്തുകളും വരുന്നതിനുള്ള ഒരു സാധ്യത ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണുന്നു. നല്ല വസ്ത്രങ്ങളില്ലാത്തൊരവസ്ഥ വരുന്നതിനും ഒരു സാധ്യത കാണാം. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അല്പമായി പുരോഗതി വരുന്നതിനുള്ള, ജീവിതത്തിലെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾക്ക് അല്പമായി പുരോഗതി വരാം. അവർക്ക് ജീവിതത്തിലെ ഒരു മെച്ചപ്പെട്ട ഒരു പഴയ സ്ഥിതി മാറി മെച്ചപ്പെട്ട ഒരു സ്ഥിതി അവർക്ക് വരാം. ദാരിദ്ര്യവും ദുഃഖങ്ങളൊക്കെ മാറാം. ഓട് തുണിക്ക് മറുതുണി ഉണ്ടായി എന്നുള്ളൊരവസ്ഥ വരാം. അങ്ങനെ ധനവും വിദ്യാഭ്യാസവും എല്ലാം ലഭിക്കുന്നു. അവർക്ക് മാന്യമായ ഒരു തൊഴിലും അവർക്ക് ലഭിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നല്ല ജോലി അവർക്ക് ലഭിക്കുന്നു. അതുപോലെ അവർക്ക് ഒരു ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയോ കമ്പനി അതിൻ്റെയൊക്കെ ഒരു അമരത്ത് വരാനും ഈ സമയം അവർക്കൊരു ഭാഗ്യം ലഭിക്കുന്നു. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വളർച്ച കണ്ടിട്ട് അസൂയ തോന്നിയ ചില ആൾക്കാർ, ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ, അവർ നിങ്ങളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മിത്രങ്ങളുമായി ഈ സംഭവത്താൽ ചെറിയ വൈരാഗ്യം വരുന്നതിനും സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം. പുരുഷന് അതായത് ഒരു സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ നിമിത്തവും അതുപോലെ തന്നെ അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില മാനഹാനിയൊക്കെ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനം ധാരാളം വരുന്നതിനുള്ള, അതായത് ധനലാഭം ധാരാളം ഉണ്ടാകാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നടന്നു കിട്ടും. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ പ്രമേഹം, ഇതിൽ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രമേഹം എന്ന അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരുന്നത് ഒഴിച്ചാൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല. പിന്നെ വസ്തുവകകൾ സംബന്ധിച്ച് ഒരു കേസുകൾ വരുന്നതിനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ വസ്തുവകകളും പണമൊക്കെ സ്വന്തമാക്കാൻ പലരും ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്ന അത് വളരെ ശ്രദ്ധിച്ചും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാനും സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും അപമാനങ്ങൾക്ക് അവർക്ക് പരിഹാരമായി നല്ല രീതിയിൽ മനസ്സമാധാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് അസ്ഥിയെ ബാധിക്കുന്ന ഒരു അസുഖത്തിന് വേണ്ടി ഉള്ള ഒരു സർജറിയാണ് നടത്തുന്നത്. അടുത്ത പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാം. ആരോഗ്യവും സമ്പത്തും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതിനും ചില പുണർദം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ, ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, ജയിൽവാസമൊക്കെ വരുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇവർക്ക് തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ തൊഴിൽ ഉപേക്ഷിക്കരുത്. കാരണം വേറെ ഒരു തൊഴിൽ ഈ സമയം കിട്ടുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം, അവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാം. അതുപോലെ തന്നെ ധാരാളം ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം തടസ്സങ്ങളില്ലാണ്ട് നടന്നു പോകാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങളും ധനനാശങ്ങളും വരാം. ഇത് അശ്രദ്ധ മൂലമാണ് വരുന്നത്.
വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാം. അതുപോലെ ചില രോഗങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രനാളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പൂർണ്ണ ശാന്തി ലഭിക്കുന്നു. വാഹനങ്ങൾ, വീട്, മറ്റുള്ള വസ്തുവകകളെല്ലാം വാങ്ങുവാനായിട്ട് സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനത്തിന് കുറവ് വരാം. അതുപോലെ ചില രോഗങ്ങൾ വന്നേക്കാം. വീഴ്ച വരാതെ ശ്രദ്ധിക്കാം. വീണ് കഴിഞ്ഞാൽ കൈകാലിന് അസ്ഥിയൊക്കെ ഒടിയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.